ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ചാലക്കുടിയിലൊരു മാജിക് ലാൻഡ് എക്സ്പോ കാണാൻ വേണ്ടിയിട്ടോ. അതുള്ള അടിപൊളി പരിപാടിയാണ്. ഇതൊരു ഫസ്റ്റായിട്ടാണ് നടന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അണ്ടർ വാട്ടർ സീ പോലുള്ള ടണലിലൂടെയുള്ള കാഴ്ചകൾ, അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ മുകളിൽ നമുക്ക് സവാരി ചെയ്യാനുള്ള അവസരം, കുതിരപ്പുറത്ത് സവാരി ചെയ്യാനുള്ള അവസരം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളിവിടെ ഉണ്ട്. ഇതിൻ്റെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 120 രൂപയാണ് അഡൽട്ടിന്. ഞങ്ങൾ 2 പേര് അഡൽട്ടിന് ടിക്കറ്റ് എടുത്തു, കുട്ടിക്ക് ടിക്കറ്റ് വേണ്ട. അങ്ങനെ ഞങ്ങൾ എൻട്രൻസാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിലൂടെ നമ്മൾ അകത്തേക്ക് കടന്നു, ടിക്കറ്റ് ഇവിടെ കൊടുത്ത് കാണിച്ച് അകത്തേക്ക് കടന്നു. അകത്തേക്കുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വളരെ മനോഹരമായ രീതിയിൽ ഇവർ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ. വളരെ കളർഫുള്ളായിട്ട് അകത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. നല്ല തിരക്കാണ് കേട്ടോ. എല്ലാ ദിവസവും നല്ല തിരക്കുണ്ട്. ഒരുപാട് കുട്ടികളും കുടുംബസമേതം എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് വിഭവങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്, നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. കണ്ടോ, കുട്ടികളൊക്കെ വളരെ നമ്മുടെ ഇസു എൻജോയ് ചെയ്യുന്ന കണ്ടോ. ഈ ബഫൂണിൻ്റെ കൂടെ അവർ കുട്ടിയൊക്കെ എടുത്ത് അവരെ മാക്സിമം അവരെ കൊണ്ട് എൻജോയ് ചെയ്യിപ്പിക്കാവുന്ന രീതിയിലുള്ള എല്ലാ എൻ്റർടൈൻമെൻറ്റ്സ് അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റുന്ന ഒരുപാട് സ്പോട്ടുകളുണ്ട് കേട്ടോ. നല്ല മനോഹരമായിട്ട് കണ്ടോ. ഇസുവിനെടുത്ത് ഞങ്ങൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതുപോലെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ മുതിർന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംവിധാനങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ കണ്ട് ആസ്വദിച്ച് അകത്തേക്ക് പോകാം. കണ്ടോ, മീനിൽ പലതരത്തിലുള്ള മീനുകൾ, പല വലിപ്പത്തിലുള്ള പല സ്പീഷീസിലുള്ള മീനുകൾ കണ്ടോ. ഇവയൊക്കെ കണ്ടത് എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ മീനുകളൊക്കെ ഉണ്ടോ. വായ തുറന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ തോന്നും കണ്ടോ. നല്ല രസമാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് കണ്ണിന് ആനന്ദകരമായിട്ടുള്ള കാഴ്ചകളാണ്. ഒരുപാട് വർണ്ണശബളമായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മീനുകളെ ഈ അക്വേറിയം ടാങ്കിൽ. ഇതൊരു ടണലാണ്. ടണലിൻ്റെ അകത്തുകൂടി നമുക്ക് പോയിട്ട് കാണാം. ചുറ്റും നമുക്ക് വെള്ളമാണ്. അപ്പോൾ അതിൻ്റെ ടണലിലൂടെ നമുക്ക് നടന്ന് കാഴ്ചകൾ കാണാം. ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ. നല്ല രസകരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. കുട്ടികളൊക്കെ വളരെ എൻജോയ് ചെയ്യും കേട്ടോ. ഞങ്ങളും എൻജോയ് ചെയ്തു. ഞങ്ങളിത് വാസ്തവത്തിൽ മുൻപ് നമ്മൾ വിദേശത്തൊക്കെ പോയി കഴിയുമ്പോൾ അവിടെയൊക്കെ ധാരാളമായിട്ട് ഇത്തരം സംവിധാനമുണ്ട്. മലേഷ്യയിലും ഒക്കെ ഉണ്ട്. അതുപോലെ ചാവക്കാടും നമ്മൾ പോയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അക്വേറിയത്തിൻ്റെ. ഇതുപോലെ ഇതെല്ലാം കണ്ട് നമുക്ക് അകത്തേക്ക് ആസ്വദിച്ച് പോയി കഴിഞ്ഞാൽ അകത്ത് ഒരു മത്സ്യകന്യകയുടെ ഒരു ദൃശ്യമുണ്ട് കേട്ടോ. അത് നല്ല രസമായിട്ടുണ്ട്. അത് നല്ല ആസ്വാദികരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അത് നമുക്ക് കാണാം. ഇത് കണ്ടോ, മത്സ്യകന്യയെ കണ്ടോ. ഇത് കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ആസ്വാദ്യകരമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം അവർ വന്ന് നമ്മൾ ഒരുപാട് വിഷ് ചെയ്യും കണ്ടോ, ലവ് ഒക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടോ. നല്ല രസമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവരപ്പം തന്നെ ഉയർന്ന് പൊങ്ങി ഒരു ശ്വാസം എടുക്കും, മുകളിലേക്ക് ഉയർന്ന് പൊങ്ങി ഒരു മിനിറ്റൊക്കെ അവർ ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് വന്ന് കണ്ടോ. നല്ല രസമായിട്ടുണ്ട്. അവിടെ ഒരുപാട് പേര് കൂടി നിന്ന് ഈ കാഴ്ചയൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും അവർ ടാറ്റ കൊടുക്കുകയും കൈയൊക്കെ ടച്ച് ചെയ്യാനൊക്കെ കണ്ടോ. ഐസുവിൻ്റെ കൈയൊക്കെ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടോ. അങ്ങനെ നല്ല രസമായിട്ട് അത് ക്രമീകരിച്ചിട്ടുണ്ട്. അത് നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം.
അതുപോലെ കണ്ടായി മക്കാവോ തത്തയെ നമുക്ക് തോളത്തിരുത്തി ഫോട്ടോ എടുക്കാം, അതിന് സെൽഫി എടുക്കുന്നതിന് 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇസുവിനും ഭയങ്കര ഇഷ്ടമായിട്ടത്. ഇസുവിനൊരു പേടി ഉണ്ടായില്ല, ഇസുവിൻ്റെ തോളത്തിരുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നന്ദ സമ്മതിച്ചില്ല, കാരണം ഇത്തിരി വെയിറ്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊരു ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ. അവളുടെ വായിലൊക്കെ കൈയിടുന്നുണ്ടോ, അവൾക്കൊരു പേടിയില്ല, ടൈസിന് പേടിയില്ല, അവൾ നന്നായിട്ട് ആസ്വദിച്ചിട്ടോ. കണ്ടോ, ഇത് കഴിഞ്ഞ് ഒരുപാട് തരത്തിലുള്ള പക്ഷികളെയും ചെറിയ ചെറിയ ഒരുപാട് പക്ഷികളെയൊക്കെ അതിനകത്ത് കാണാം നമുക്ക്. ഇവിടെ അപ്പോൾ ഇസുവിന് മാസ്ക് വാങ്ങിക്കണമെന്നായി കണ്ടോ, സിംഹത്തിൻ്റെ മാസ്ക്, കടുവയുടെ പുലിയോ എന്തോ മാസ്ക് വാങ്ങിച്ചു. നന്ദയ്ക്ക് ചെറിയ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വയ്ക്കാനും ചെറിയൊരു കൊട്ട അത് വാങ്ങിച്ചു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഫുഡ് കോർട്ടുകളാണ് ഇവിടെ. അപ്പോൾ തന്നെ ഇസു ഐസ്ക്രീം കണ്ടപ്പോൾ ഐസ്ക്രീം പറഞ്ഞ് വേണം, അത് വാങ്ങിച്ചു. പിന്നെ ഇതാ വറപൊരി ഐറ്റംസിൻ്റെ ഒരു മേള തന്നെയാണ് കേട്ടോ. നല്ല ഒരു തട്ടുകടയുടെ ഒരു ഫീല് നമുക്ക് വരാവുന്ന തരത്തിൽ മുളക് ബജ്ജി, പലതരത്തിലുള്ള ബജ്ജികൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ്, പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങിൻ്റെ ഐറ്റംസ്, ഇതെല്ലാം കഴിച്ചു. പിന്നെ ഞങ്ങളിതാ ഇങ്ങനെ ജെയിൻ വീലിലൊക്കെ ഒന്ന് കയറുമെന്ന് വെച്ചു. ഞാൻ കയറിയില്ല, നന്ദയ്ക്ക് വലിയ ഹരമാണ് ഇതൊക്കെ. ഇസുവിനായിട്ട് ജെയിൻ വീലിൽ കയറി കേട്ടോ. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവർക്ക്. അങ്ങനെ അതിലും കയറി അതിലേക്ക് പുറപ്പെട്ട് മുകളിൽ പോയി. അതിനുശേഷം 1-2 റൗണ്ട് പോയതിന് ശേഷം ഇസുവിനെ ഇറങ്ങണമെന്ന് പറഞ്ഞ് ഇസു ഇറങ്ങി. നന്ദ വീണ്ടും 2-3 റൗണ്ട് കൂടി മുന്നോട്ട് പോയിട്ടോ. അതിനുശേഷമാണ് എല്ലാവരും ഓരോരുത്തരായിട്ട് ഇറങ്ങി. പക്ഷെ നന്ദ വീണ്ടും ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് റൗണ്ടിലാണ് നന്ദനെ ഇറക്കിയത്. അപ്പോൾ അത് നന്നായിട്ട് അവർ ആസ്വദിച്ചു. ജെയിൻറ്റ് വീലും അതുപോലെ തന്നെ വേറെ കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ട് കേട്ടോ. അതെല്ലാം ഇസുവിന് കയറാൻ പറ്റുന്ന ഐറ്റംസൊക്കെ ഉണ്ട്. അതെല്ലാം അവരും നന്നായിട്ട് ആസ്വദിച്ചു. എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരു വൈകുന്നേരം പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ മണിക്കൂറുകൾ ചിലവഴിക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും സംവിധാനങ്ങളും പശ്ചാത്തല സംവിധാനങ്ങളൊക്കെ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ജെയിൻറ്റ് വീലൊക്കെ ഞങ്ങൾ ആസ്വദിച്ചത്. ഇവിടെ വന്നിട്ട് വീണ്ടും ഫുഡ് കോർട്ടിൽ അവിടെ വന്നിട്ട് കുറച്ച് ഐറ്റംസ്, ചെറിയ ഐറ്റംസൊക്കെ, മുളക് ബജിയൊക്കെ മുളക് ബജി വാങ്ങിച്ചു. പിന്നെ പൊട്ടറ്റോൻ്റെ ഒരു സ്പ്രിങ് പോലൊരു ഐറ്റം ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ റെഡിയാക്കി. പാവ് ബജി വേണമെന്ന് പറഞ്ഞു ഈ നന്ദയ്ക്ക്, അത് വാങ്ങിച്ചു. ഇതെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങളിതാ ഒരു ഇരിപ്പിടം തേടി അവിടെ ഇരിപ്പുറപ്പിച്ചു. അങ്ങനെ ബജിയൊക്കെ കഴിച്ചു തുടങ്ങി. മുളക് ബജിയാണ് ഞാൻ വാങ്ങിച്ചത്. മുളക് ബജി കൊള്ളായിരുന്നു കേട്ടോ. മുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ, പഴയതുപോലെയല്ല, മുളകിനൊക്കെ നല്ല എരിവായി തുടങ്ങിയപ്പോൾ. അങ്ങനെ അത് കഴിച്ചു. പിന്നെ അപ്പോഴേക്കും ഇവർ കുറച്ച് കരിമ്പ് ജ്യൂസ് വാങ്ങിക്കാൻ പോയി. ഒപ്പം തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ പൊട്ടറ്റോ ഒരു സ്പ്രിങ് റോള് പോലത്തെ ഒരു ഐറ്റം ഉണ്ടല്ലോ, അത് വാങ്ങിക്കാനായിട്ട് പോയി. ഇസുവിന് അത് വലിയ താല്പര്യമായിരുന്നു. പക്ഷേ നമ്മൾ പല സ്ഥലത്തും പുറത്ത് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇവിടെ കിട്ടിയില്ല കേട്ടോ. ഇവിടെ വേറെ ടേസ്റ്റാണ്. എന്നിട്ട് ചൂടോട് ഇസു വായിലിട്ടിട്ട് വായൊക്കെ പൊള്ളി എന്താ വായ കാണിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ അവളും ആസ്വദിച്ചു അതൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ കസേര കിട്ടില്ല, അതുപോലെ കസേര ടേബിളും കിട്ടില്ല, അത്രയും തിരക്കുണ്ട് ഇവിടെ. ഓരോരുത്തർ എഴുന്നേറ്റ് പോകുമ്പോൾ അടുത്ത ആൾ വന്ന് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഫുഡൊക്കെ ആസ്വദിച്ചു. കരിമ്പ് ജ്യൂസ് കഴിച്ചു. പിന്നെ ഇവിടെ ഉള്ളത് നല്ല ഉപ്പിലിട്ട മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. ഉപ്പിലിട്ട മാങ്ങയുണ്ട്, പിന്നെ പച്ചമാങ്ങയും പിന്നെ ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്തുള്ള ഐറ്റം അത് വേറെ ഉണ്ട്. ഈ നന്ദയ്ക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നന്ദയ്ക്ക് അതൊക്കെ ഇഷ്ടമായതുകൊണ്ട് അത് വാങ്ങിച്ചു. കണ്ടത് നല്ല പുളിമാങ്ങ, മധുരവും പുളിയും കൂടി ചേർന്ന മാങ്ങയും
ഉപ്പും. പിന്നെ ഇതാ കുലുക്കി സർബത്തിൻ്റെ ഒരു ഏരിയ വേറെ ഉണ്ട് കേട്ടോ. കുലുക്കി സർബത്തിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കുലുക്കി സർബത്ത് പല രൂപത്തിലും ഭാവത്തിലും രുചികളിലും രുചി വൈവിധ്യങ്ങളിലൊക്കെ അവർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. കണ്ടോ, ഇത് ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക തുടങ്ങിയിട്ടുള്ള ഐറ്റംസ് അത് വേറെയുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്ന് ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു ഈ ഫെസ്റ്റിനെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ പതുക്കെ യാത്ര തിരിക്കാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇനി അടുത്ത് ബാക്കിയുള്ളത് കുതിര സവാരിയാണ്. ഈസു കുതിരപ്പുറത്ത് കയറിയിരിക്കുന്നത് കണ്ടോ. ഒരാൾക്കാണ് കയറാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഈസു പിന്നെ ഇതൊക്കെ ആവേശമായതുകൊണ്ട് അവൾ ധൈര്യമായിട്ട് കയറിയിരുന്നു. അങ്ങനെ പേടിയൊന്നുമില്ല, ഒരു കാര്യത്തിലും കയറാൻ പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവളുടെ ഒറ്റയ്ക്ക് ഇതാ സവാരി ചെയ്യുന്നു. അങ്ങനെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അവൾ ആദ്യമായിട്ടാണ് കുതിരപ്പുറത്ത് ഇവിടെ കയറുന്നത്. പിന്നെ ഒരു ഐറ്റം കൂടി ബാക്കിയുണ്ട് കേട്ടോ. അത് ഒട്ടക സവാരി ആയിരുന്നു. ഒട്ടക സവാരി എന്ന് പറയുമ്പോൾ ഒട്ടകത്തിന് അന്ന് ഞങ്ങൾ ഈ പോയ ദിവസം ഒട്ടകത്തിൻ്റെ കാലിൽ എന്തോ കൊണ്ടിട്ട് ഒട്ടകത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് പൂർവാധികം ആരോഗ്യം വീണ്ടെടുത്ത് ഒട്ടകം തിരിച്ചു വരുന്ന ദിവസം അടുത്ത ദിവസമായിരുന്നു. അപ്പം ഞങ്ങൾ അന്ന് പോയിട്ട് ഒട്ടക സവാരിയും എടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഒട്ടക സവാരി പൂർത്തിയാക്കിയിട്ടാണ് അടുത്ത ദിവസം കൂടി അതും കൂടി പൂർത്തിയാക്കിയിട്ടാണ് ഞങ്ങളുടെ ഈ ഫെസ്റ്റിൻ്റെ ആഘോഷം ഞങ്ങൾ പൂർത്തിയാക്കി തിരിച്ചു വന്നതെന്നുള്ളതാണ്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് സന്തോഷപൂർവ്വം മടങ്ങി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.